ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അഡ്വർടൈസിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ റോള് എന്തൊക്കെയാണെന്നാണ്. അതായത് ഒരു അഡ്വർടൈസിങ് കൊണ്ട് ഓരോ ആളുകൾക്കും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സിന് ഈ അഡ്വർടൈസിങ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്. അതായത് മാനുഫാക്ചേഴ്സിന് അല്ലേ, ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഡിമാൻഡും അതുപോലെ ന്യൂ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിന് ഇപ്പം നിലവിലുള്ള ഡിമാൻഡ് എത്രയാണെന്ന് അറിയാനും അല്ലെങ്കിൽ പുതിയ ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്യാനും അഡ്വർടൈസിംഗ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, അതായത് ടു എക്സ്പ്ലോർ ദ ന്യൂ മാർക്കറ്റ്. എക്സിസ്റ്റിംഗ് മാർക്കറ്റ് നമുക്ക് അതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അഡ്വർടൈസിംഗ് കൊണ്ട് ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് ടു ബിൽഡ് അപ്പ് ഓർ ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. ഒരു പ്രോപ്പറായിട്ടുള്ള നല്ല അഡ്വർടൈസിങ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കമ്പനിക്ക് അതിൻ്റെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ടു ദ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഏതെങ്കിലും പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വർടൈസിങ് ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ മാനുഫാക്ചേഴ്സ് ഫ്രം അൺഡ്യൂ ഡിപ്പെൻഡൻസ് ഓൺ മിഡിൽമെൻ. അതായത് മിഡിൽമെന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ മിഡിൽമെനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താനായിട്ട് ഈ അഡ്വർടൈസിങ് കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് ക്രിയേറ്റ് ന്യൂ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്ട്സ്. Then it maintains the existing market. It helps to build up or increase the goodwill of the company, and it helps easy introduction of products into the market, and also it protects the manufacturers from undue dependence of middleman. Okay, the next റീറ്റെയിലേഴ്സിനും ഹോൾസെയിലേഴ്സിനും എന്ത് അഡ്വാൻറ്റേജ് ആണ് അഡ്വർടൈസിംഗ് കൊണ്ടുള്ളത്? നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത്? സോ അഡ്വർടൈസിങ് ഹെൽപ്സ് ദ ഡീലേഴ്സ് ടു ഹാവ് മോർ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഫോംസ് ദ കൺസ്യൂമേഴ്സ് ദ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. കൺസ്യൂമേഴ്സിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ മേന്മകൾ, അതൊക്കെ നമുക്ക് എന്തിലൂടെ പറയാം? ഈ അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡ്വർടൈസിങ് ഗ്യാരണ്ടീസ് ദ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ക്വിക്ക് സെയിൽസ്. ഹോൾസെയിലേഴ്സിനായാലും റീറ്റെയിലേഴ്സിനായാലും പെട്ടെന്ന് തന്നെ സെയിൽ നടത്താൻ നമുക്ക് ഈ ഒരു അഡ്വർടൈസിങ് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഇറ്റ് ഇൻക്രീസ് ദ പ്രസ്റ്റേജ് ഓഫ് ദ ഡീലറുടെ പ്രസ്റ്റേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ത് പ്രോപ്പറായിട്ടുള്ള അഡ്വർടൈസിങ് കൊണ്ട് ഡീലറുടെ പ്രസ്റ്റേജിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ് എനേബിൾസ് ദ ഡീലേഴ്സ് ടു ഹാവ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. ഡീലേഴ്സിന് പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരു അഡ്വർടൈസിങ്ങിലൂടെ പല രീതിയിലുള്ള പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഡീലേഴ്സിന് അതിനുള്ള പ്രോപ്പർ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വെൽ അഡ്വർടൈസ്ഡ് പ്രൊഡക്ട്സ് ക്യാൻ ബി സോൾഡ് വിത്തൗട്ട് മച്ച് സെയിൽസ്മാൻഷിപ്പ്. അല്ലേ, നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് സെയിൽസ്മാൻഷിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിറ്റ് തീരും. ഓക്കെ, അപ്പോൾ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ഈ അഡ്വർടൈസിങ് കൊണ്ട് എന്തൊക്കെ മേന്മകളാണുള്ളത്? എന്തൊക്കെയാണ്? ദ ഹെൽപ്പ് ദ ഡീലേഴ്സ് ടു ഹാവ് മോർ സെയിൽസ് ആൻഡ് ഇറ്റ് ഇൻഫോംസ് ദ കൺസ്യൂമേഴ്സ് ദ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇറ്റ് ഗ്യാരണ്ടീസ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ക്വിക്ക് സെയിൽ ആൻഡ് ഇൻക്രീസ് ദ പ്രസ്റ്റേജ് ഓഫ് ദ ഡീലേഴ്സ് ആൻഡ് ഇറ്റ് enables the dealers to have product information, and well advertised product can be sold without much salesmanship. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ് കണ്ടു, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് കണ്ടു, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ. ഓരോ സെയിൽസ്മാന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു അഡ്വർടൈസിങ് കൊണ്ടുള്ളത്? ഇറ്റ് പ്രിപ്പയർസ് എ ബാക്ക്ഗ്രൗണ്ട് ഫോർ സെയിൽസ്മാൻസ് ടു ബിഗിൻ ഹിസ് വർക്ക്. ഒരു സെയിൽസ്മാന് അദ്ദേഹത്തിൻ്റെ വർക്ക് ബിഗിൻ ചെയ്യണമെങ്കിലുള്ള അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? അഡ്വർടൈസിങ്. ഇറ്റ് റെഡ്യൂസ് ഹിസ് ബർഡൻ ഓഫ് ജോബ്. അല്ലേ, നമുക്കിങ്ങനെ പ്രോപ്പറായിട്ടുള്ള അഡ്വർടൈസിങ് ഉള്ളത് കൊണ്ട് തന്നെ സെയിൽസ്മാൻ്റെ ജോബ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബർഡൻ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ആരെയും? ഈ ഒരു
അഡ്വർടൈസിങ്ങിലൂടെ. Then it makes the salesman self-confident and hence he can do the job in better way. സെയിൽസ്മാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി അദ്ദേഹത്തിന് ജോലി നല്ലൊരു ബെറ്റർ വേയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സെയിൽസ്മാന് ഉള്ള അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ എന്താണ്? പ്രിപ്പയർസ് എ ബാക്ക്ഗ്രൗണ്ട് ഫോർ എ സെയിൽസ്മാൻ ടു ബിഗിൻ ഹിസ് വർക്ക് ആൻഡ് റെഡ്യൂസ് ഹിസ് ബേർഡൻ ഓഫ് ജോബ് ആൻഡ് മേക്സ് ദ സെയിൽസ്മാൻ സെൽഫ് കോൺഫിഡൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ്മാനിൽ വരുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ് അല്ലേ, നമ്മളൊക്കെ എന്തുതന്നെയാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കൺസ്യൂമേഴ്സാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിനുള്ള അഡ്വാൻറ്റേജസ്? ഇറ്റ് ഇൻഫോംസ് ദ കൺസ്യൂമേഴ്സ് അബൌട്ട് ദ ക്വാളിറ്റി പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ദിസ് മേക്സ് പർച്ചേസിങ് ഈസി ഫോർ ദം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ക്വാളിറ്റി, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. Then next, advertising establishes a direct contact with the consumer. കൺസ്യൂമറുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു നോ വെൻ ആൻഡ് വേർ ദ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ. എവിടെ, എപ്പോൾ, എങ്ങനെ നമുക്ക് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അഡ്വർടൈസിങ് ബൈ ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് ദ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിൻ്റെ റിലേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടി അറിയാൻ പറ്റും. സോ അഡ്വർടൈസിങ് ബൈ ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്? അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് കൺസ്യൂമേഴ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഇൻഫോംസ് ദ കൺസ്യൂമേഴ്സ് അബൌട്ട് ദ ക്വാളിറ്റീസ് ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് എനേബിൾസ് ദ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ customer. Therefore, large number of middlemen can be avoided. Then next, it helps them to know when where the products are available. And last, by giving information about the relative merits of the variety of products, helps the consumers in intelligent buying. ഇത്രയാണ് advantages to consumers. So the last one is advantages to society. ഒരു സൊസൈറ്റിക്ക് ഈ അഡ്വർടൈസിങ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുള്ളത്? So it leads to large scale production and it increases the standard of living of the society and it educates the public regarding the use and benefits of different products and it increases the volume of production and this reduces cost and prices to consumers and it helps the press to enable to sell newspapers and magazines at a lower price. ഓരോ സൊസൈറ്റിക്കും എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പബ്ലിക് റിഗാർഡിങ് ദ യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിൻ്റെ അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയൂം ഓഫ് പ്രൊഡക്ഷനും അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റും പ്രൈസും കുറയുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ദ പ്രസ് ടു എനേബിൾ ഇറ്റ് ടു സെൽ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ അറ്റ് ലോവർ പ്രൈസ്. അത് ലോവർ പ്രൈസിൽ മാഗസിൻസിനും ന്യൂസ് പേപ്പറിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സോ റോൾ ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്, അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. ഇത്രയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം. അഡ്വർടൈസിങ്ങിനെതിരായിട്ട് എന്തൊക്കെ എതിർപ്പുകളാണ് നിലവിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ക്രിറ്റിസിസമാണ് നിലവിൽ നിലനിൽക്കുന്നത്, അതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് എക്കണോമിക് അല്ലേ ഒബ്ജെക്ഷൻസിനെ പ്രധാനമായിട്ടും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്കണോമിക് ഒബ്ജെക്ഷൻസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസ്, എത്തിക്കൽ ഒബ്ജെക്ഷൻസ്. എന്തൊക്കെയാണ്? എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ, എത്തിക്കൽ ഒബ്ജെക്ഷൻ. അപ്പോൾ എന്താണ് എക്കണോമിക് ഒബ്ജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ? എക്കണോമിക് ഒബ്ജെക്ഷൻസ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അൺനെസസറി വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസ് ദ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അതുപോലെ കോസ്റ്റൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഇൻഡ്യൂസസ് പീപ്പിൾ ടു ബൈ ഗുഡ്സ് വിച്ച് ആർ നോട്ട് നീഡഡ് ഓർ വിച്ച് ആർ ബിയോണ്ട് ദ കപ്പാസിറ്റി. നമ്മളുടെ കപ്പാസിറ്റിക്ക് അതിന് അതീതമായിട്ടും നമ്മളുടെ എന്താ പറയുക ഇഷ്ടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി നോക്കാതെ നമ്മൾ പല സാധനങ്ങളും വാങ്ങുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് മോണോപ്പൊളീസ് അല്ലേ, പല രീതിയിലുള്ളൊരു കുത്തക നിലനിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് ആർ റിജിഡ് ഫോർമാറ്റിലാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. സോ ഇറ്റ് ക്രിയേറ്റ്സ് അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ദിസ് കോസ് മെനി മൾ പ്രാക്ടീസസ് എമൗണ്ട് ബിസിനസ്മാൻമാർ തമ്മിൽ പല രീതിയിലുള്ള മൾ പ്രാക്ടീസുകൾ നടക്കാനുള്ള ഒരു ചാൻസ്
ഇതിലുണ്ട്. Advertising has made it difficult for the customers to make the selection because it becomes very difficult to decide which particular brand is better. ഏത് പർട്ടിക്കുലർ ബ്രാൻഡാണ് നല്ലതെന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ആയിരിക്കും. So advertisement cannot produce results when market circumstances are poor and the other market elements are not functioning. അതായത് അഡ്വർടൈസ്മെൻറ്റ് പല രീതിയിലുള്ള റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പുവർ എന്നും അതർ മാർക്കറ്റ് എലമെൻറ്റ്സും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ് ആവാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് എക്കണോമിക് ഒബ്ജെക്ഷൻസ് പറയുന്നത്. ഒബ്ജെക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ക്രിറ്റിസിസം തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസ്. എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസ്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഡിസ്ട്രോയ് ദ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ബിഫോർ ഇറ്റ് ബിക്കംസ് യൂസ്ലെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ. അപ്പോൾ ഫാഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ മാർക്കറ്റ് ഇടിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ യൂട്ടിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. It is pointed out that the ruling party makes the maximum use of press and audio visual media at the time of election to artificially create image at the cost of the people, that is taxpayers. പല രീതിയിലുള്ള ടാക്സ് ഇവേഷൻസും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാം. Then advertisement encourages materialism in the society. This tendency perhaps lessens the importance of freedom, love, etc. അപ്പോൾ അതായത് നമുക്ക് പല രീതിയിലുള്ള ലെസൺസ് പറഞ്ഞു തരാൻ അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. ദെൻ അഡ്വർടൈസ്മെൻറ്റ്സ് മാനിപ്പുലേറ്റ്സ് കൺസ്യൂമേഴ്സ് ടു ബൈ തിങ്സ് വിച്ച് ആർ നോട്ട് റിയലി നീഡഡ്. ഫർദർ ഇറ്റ് സ്റ്റിമുലേറ്റ് നീഡ് ഫോർ മണി ആൻഡ് മോർ മണി. അല്ലേ, അഡ്വർടൈസ്മെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് നമ്മുടെ ആവശ്യത്തിന് അല്ലാതെ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു ഒബ്ജക്ഷനായി പറയുന്നുണ്ട്. അഡ്വർടൈസിങ് ഹാസ് ഫെയിൽഡ് ടു പോർട്രേ ദ ചേഞ്ചിങ് റോൾ ഓഫ് വുമൺ ഇൻ സൊസൈറ്റി. വിമൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇൻ്റലിജൻ്റ് ആയതുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ക്ലാഷസ് ഇൻ ദ ഫാമിലി. ദർ മേ ബി ക്വാറൽ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അല്ലെ, എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസിൽ പറയുന്നത്. സോ ദ ലാസ്റ്റ് വൺ ഈസ് എത്തിക്കൽ ഒബ്ജെക്ഷൻസ്. എന്താണ് എത്തിക്കൽ ഒബ്ജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് അഡ്വർടൈസിങ് മിസ്ലീഡ് ചെയ്യുന്ന പബ്ലിക്കിനെ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ചിലത് വൾഗർലി, അതുപോലെ തന്നെ ന്യൂഡ് പോസസ് എക്സൈറ്റിംഗ് ഇമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീഡ് യൂത്ത് കമ്മിറ്റ് ക്രൈംസ്, യൂത്തിന് ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ചിൽഡ്രൻ, കുട്ടികളിൽ ഇത് വളരെ നല്ല ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ, ചില കേസുകളിൽ പീപ്പിളിൻ്റെ മൈൻഡിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മിസ്യൂസിങ് ദ ഡാറ്റ. അല്ലേ, അതായത് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഡാറ്റേനെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അഡ്വർടൈസിങ്ങിന് വരുന്ന ഒബ്ജെക്ഷൻസ്. ഒന്ന് എക്കണോമിക് ഒബ്ജെക്ഷൻസ്, രണ്ട് അതിൽ സോഷ്യൽ കൾച്ചറൽ എത്തിക്സ് വരുന്നുണ്ട്. പിന്നെ അഡ്വർടൈസിങ് മീഡിയ, അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്, അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അഡ്വർടൈസിങ് മീഡിയ. An advertisement medium is the carrier or vehicle advertising message. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വർടൈസിങ് മെസ്സേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, അതായത് വേസ് ഓഫ് ചാനൽസ് ടു കൺവേ ദ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ചാനൽ വഴി എന്ത് ചെയ്യാം, ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വർടൈസിങ് മീഡിയ. രണ്ട് രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ടു ഇൻഡോർ മീഡിയയും ഔട്ട്ഡോർ മീഡിയയും. ഓക്കെ, in the case of indoor media, the sales message is conveys right into the home of consumers. Newspapers and magazines, radio, television come under this category. In the case of outdoor media, the message is sent by the consumer outside at home, poster, electric sign, etc. ഇതാണ് ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. So the last topic, factors governing the selection of advertisement. What are the factors governing the selection of advertising media? ഫസ്റ്റ് വൺ, ദ നേച്ചർ ഓഫ് ദി പ്രൊഡക്റ്റ്. അല്ലേ, അതായത് പല രീതിയിലുള്ള മാസ് മീഡിയ പോലെയുള്ള പ്രസ്, ബ്രോഡ്കാസ്റ്റ്, ടെലികാസ്റ്റ്, ഔട്ട്ഡോറൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ കോസ്മെറ്റിക്സ് ഒക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് അഡ്വർടൈസ്, ലേഡീസിൻ്റെ പല മാഗസീനിലേക്കൊക്കെ നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടെലിവിഷൻ സീരിയലിലൊക്കെ. പക്ഷേ എന്ത് രീതിയിലുള്ള പ്രൊഡക്റ്റാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്വർടൈസിങ് മീഡിയ സെലക്ട് ചെയ്യണം. ദെൻ അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ്.
അല്ലേ? അതായത് അഡ്വർടൈസ്മെൻറ്റ്, ഇഫ് ദ അഡ്വർടൈസർ വാണ്ട്സ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഡയറക്റ്റ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി ബെറ്റർ. നാഷണൽ കവറേജ് ഇസ് നീഡഡ് മേ ബി ടെലിവിഷൻ, നാഷണൽ ന്യൂസ് പേപ്പേഴ്സ്. ചില കേസുകളിൽ ചില കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒതുങ്ങുന്നു, ചിലത് നമ്മൾ എന്താ പറയുക ഔട്ട്സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർപോളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ. ദ നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ മാർക്കറ്റ്. The advertiser has to consider certain factors like number of customers, income pattern, age group, taste like അങ്ങനെയുള്ളതാണെന്നാണ് വിചാരിച്ചത്. If the message is to reach the people with a high income group, magazine is the best. ഹൈ ഇൻകം ഗ്രൂപ്പിൻ്റെ കൈകളിലേക്ക് എത്താൻ മാഗസീനാണ് എപ്പോഴും ബെസ്റ്റ്. ലോക്കൽ ഏരിയ ടു ബി കവർഡ്, ന്യൂസ് പേപ്പർ ആൻഡ് ഔട്ട്ഡോർ അഡ്വർടൈസിങ് ഓർ മച്ച് ഹെൽപ്പ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ലോക്കൽ, ഇൻഡോർ കവർ ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ഥിതി അനുസരിച്ച്, പൊട്ടൻഷ്യാലിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ പറയുന്നത് ബിസിനസ് യൂണിറ്റ്. സെലക്ഷൻ ഓഫ് മീഡിയ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ് യൂണിറ്റ്. ഇറ്റ് മേ ബി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, മാനുഫാക്ചറിങ് യൂണിറ്റ് എക്സെട്ര. അപ്പോൾ ഏത് രീതിയിലുള്ള ബിസിനസ് യൂണിറ്റ് ആണോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ മീഡിയയ്ക്ക് വ്യത്യാസം വരും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നു നെക്സ്റ്റ് പറയുന്നു മെസ്സേജ് ടു ബി സെൻഡ്. ഏത് രീതിയിലുള്ള മെസ്സേജാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്? കളർ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, മാഗസിൻ, ഫിലിം, ടെലിവിഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഏത് രീതിയിലുള്ള അഡ്വർടൈസിങ് മീഡിയ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ മെസ്സേജിനനുസരിച്ച് നമ്മൾ മീഡിയ സെലക്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ. The selection of advertisement depends upon the media selected by competitors. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ആ മീഡിയയുടെ ആ ഒരു റേഞ്ചിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മളും മീഡിയ സെലക്ട് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ. ദ നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് മീഡിയ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മീഡിയ നമുക്ക് അവൈലബിൾ ആണോ, നമ്മളുടെ റിക്വയർഡ് ടൈമിനും അതുപോലെ തന്നെ ആ ഒരു പ്രസൻറ്റേഷനിലൊക്കെ അത് നമുക്ക് റിക്വയർഡ് ആണോ എന്നുള്ളത് നോക്കുന്നതാണ് അവൈലബിലിറ്റി ഓഫ് മീഡിയ. ഇപ്പോൾ ടി വി ആയാലും റേഡിയോ ആയാലും നമ്മളുടെ ആ ടൈമിന് നമുക്ക് ചെയ്യാൻ പറ്റുമോ. ദെൻ ലാസ്റ്റ്, കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. എത്രത്തോളം കോസ്റ്റ് അതിന് വരും എന്നതിന് ബെനിഫിറ്റ് അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മീഡിയ സെലക്ട് ചെയ്യാൻ. ചിലത് ഒരുപാട് കോസ്റ്റ് വരുന്ന മീഡിയാസ് ഉണ്ടാവാം, ചില മീഡിയാസ് കോസ്റ്റ്ലെസ് ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിൽ എത്ര കോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? റോൾ ഓഫ് അഡ്വർടൈസിങ്, അല്ലേ? എന്തൊക്കെയായിരുന്നു റോൾ ഓഫ് അഡ്വർടൈസിങ്ങിൽ? ഫസ്റ്റ്, അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്, ആൻഡ് സി, അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ, ആൻഡ് ഫോർത്ത്, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. പിന്നെ ഒബ്ജെക്ഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള ഒബ്ജെക്ഷൻസ്? മെയിൻലി 3 ടൈപ്പാണ്. 1 എക്കണോമിക് ഒബ്ജെക്ഷൻസ്, 2 സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസ്, 3 എത്തിക്കൽ ഒബ്ജെക്ഷൻസ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ട ടോപ്പിക്കാണ് അഡ്വർടൈസിങ് മീഡിയ. നമ്മളിങ്ങനെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു മീഡിയ വേണം. ആ മീഡിയ എന്താണെന്നാണ് നമ്മളോട് പറയുന്നത്. ആ ഒരു മീഡിയ എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത്. ഓക്കെ. എന്തായിരുന്നു? മീഡിയം ഈസ് ദ കാരിയർ ഓർ വെഹിക്കിൾ ഓഫ് അഡ്വർടൈസിങ് മെസ്സേജ്. അഡ്വർടൈസിങ് മെസ്സേജിൻ്റെ ഒരു കാരിയർ, ഒരു വെഹിക്കിളാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ വേസ് ഓർ ചാനൽസ് ടു കൺവേ ദ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് ടു ദ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് എങ്ങനെ മെസ്സേജ് എത്തുന്നു എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വർടൈസിങ് മീഡിയ. അതിന് പല രീതിയിലുള്ള ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, അഡ്വർടൈസിങ് മീഡിയ ഒബ്ജെക്ഷൻസ്, പൊട്ടൻഷ്യൽ മാർക്കറ്റ്. ഒരു മിനിറ്റ്, അഡ്വർടൈസിങ് മീഡിയ ഒബ്ജെക്ഷൻസ് എന്നല്ല, അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്നാട്ടോ, ശ്രദ്ധിക്കുക. അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ കവറേജ് എത്രയാണോ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ദെൻ നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ മാർക്കറ്റ്. ഫോർത്ത്, ബിസിനസ് യൂണിറ്റ്. ദെൻ മെസ്സേജ് ടു ബി സെൻഡ്, ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ, അവൈലബിലിറ്റി ഓഫ് മീഡിയ, ആൻഡ് കോസ്റ്റ് ഓഫ് ഗവൺമെൻറ്.
കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക അഡ്വർടൈസിങ് മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്. ശ്രദ്ധിക്കുക, രണ്ടാമത്തത് അഡ്വർടൈസിങ് മീഡിയ ഒബ്ജെക്ഷൻസ് എന്നല്ല, അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഹെഡിങ് പറഞ്ഞ് ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.